ഇന്ന് ഞാൻ പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറൊക്കെ വെച്ച് ഊറ്റിയതിന് ശേഷം കേട്ടോ ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് കറി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചേ. അപ്പോൾ ബീഫ് ഫ്രൈ ചെയ്തതും അതിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിക്കുള്ള ഗ്രേവി ആക്കിയെടുത്തു. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്, എല്ലാവർക്കും അറിയുണ്ടാവും. പിന്നെ മല്ലിൻ്റെ ഇല, അതിൻ്റെ അടുത്ത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയതാണ്, ചതച്ചത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പട്ടൻ്റെ കഷ്ണമാണ്, ക്യാരറ്റ്, ബീൻസ്. അപ്പോൾ ഇത്ര വേണ്ട. ഇത് സാധാ അരിയാണ് കേട്ടോ, റേഷൻ അരി കൊണ്ട് വെക്കാം. നല്ല ചൂടാറണം. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇന്ന് ബീഫ് ചില്ലി ഉണ്ടാക്കിയതിൻ്റെ എണ്ണയിലാണ് ഞാൻ അത് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ ഇതിൽ ബീഫിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. ഇപ്പോൾ ഇതിലേക്ക് മുട്ടയും ബീഫൊന്നും ഞാൻ ചേർക്കണില്ല. അപ്പോൾ ഈ എണ്ണയിലാണ് ഞാൻ പച്ചക്കറിയൊക്കെ വഴറ്റിയെടുക്കാൻ പോണത്. അപ്പോൾ ഞാനിതൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ തീയൊന്ന് കത്തിച്ച് കൊടുക്കാം. ബീഫ് ഇപ്പോൾ പൊരിച്ചതായതുകൊണ്ട് തന്നെ അത്യാവശ്യത്തെ എണ്ണ ചൂടുണ്ടാവും. ഇപ്പോൾ പട്ട ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബീഫിൻ്റെ എണ്ണയിലായതുകൊണ്ട് തന്നെ ഇത് ഫ്രൈഡ് റൈസ് നല്ലൊരു വെളുത്ത കളറായിരിക്കുമല്ലോ, അതുണ്ടാവില്ല, അത് കളർ വ്യത്യാസം ഉണ്ടാവും. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ഇതിലേക്ക് അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ചോറിൽ അധിക ദിവസം ഞാൻ സാധാ ചോറ് വെക്കണ സമയത്ത് ഉപ്പിടാറുണ്ട്. ഇന്ന് ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ചോറ്റിലേക്ക് കൂടിയുള്ള ഉപ്പ് വേണമല്ലോ. ഞാനിപ്പോൾ ഇത് ഫ്രൈഡ് റൈസ് ആക്കാന്നുള്ള കാരണം ബീഫ് ചില്ലിൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ആ ബീഫ് ഉണ്ടാക്കിയതിൻ്റെ വെള്ളം, അതായത് ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗ്രേവി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇന്ന് ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ ബീഫും ചിക്കനൊക്കെ പൊരിച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അന്ന് തന്നെ ആ എണ്ണ യൂസ് ചെയ്യണോണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ പൊരിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ എണ്ണ നമുക്ക് വേസ്റ്റ് ആവില്ല ഒക്കെ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സാധാരണ ഞാൻ ഇങ്ങനെ ഉണ്ടാകുന്ന എണ്ണ എടുത്ത് വെച്ചിട്ട് സാവോൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലോ എന്തിലെങ്കിലും എടുത്ത് വെക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രൈഡ് റൈസ് ഇതിലുണ്ടാക്കാം. അപ്പോൾ നമ്മളെ ചോറിനും തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിലുണ്ടാക്കിയെടുക്കണേ. ഈ ക്യാപ്സിക്കും മല്ലിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് പകുതി ഞാൻ കോരി വെച്ചിട്ട് ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുന്നേ ഞാൻ സാധാ അരി കൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി. അപ്പോൾ എല്ലാവരും കൂടെ അതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ ലിങ്കും ഞാൻ അതിൻ്റെ ചോട കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല, ബിരിയാണി മസാലയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കംപ്ലീറ്റും ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെനു. ഞങ്ങളെ ഫ്രൈഡ് റൈസ് ഉണ്ട്, അതിലേക്ക് ബീഫിൻ്റെ കറി ഉണ്ട്, തക്കാളിൻ്റെ ഒരു കൂട്ടാണിത്. അത് പിന്നെ അച്ചാർ പോലെ യൂസ് ചെയ്യാൻ പറ്റും, നമ്മൾ സാധാ ചോറ്റക്ക് എല്ലാറ്റിനും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ സാധാ ചോറ്റക്ക് കുറച്ച് വെണ്ടക്കുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, ബീഫ് പൊരിച്ചത്. ഇത് സാധാ ചോറ് കുറച്ചുള്ളൂ. ചിലപ്പോൾ കാക്കാക്ക് എനിക്ക് സാധാ ചോറ് മതിയെന്ന് പറയും. അതാണ് മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ അതിലേക്ക് ചിരങ്ങ കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
ഇത് ഞാനൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ അവിടെ തന്നെ അപ്ലോഡ് ചെയ്യും. ഇത് ഞാൻ അരച്ച് വെച്ച കായം കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ. ഇത് നല്ല വെറൈറ്റി ഒരു ഡിഷാണ് ഇട്ടത്. തക്കാളി അതേപോലെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് തക്കാളിൻ്റെ പുളിക്ക് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇതാണ് ബീഫിലുള്ള വെള്ളം കൊണ്ട് ഗ്രേവി ഉണ്ടാക്കിയതാണിത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്കുള്ള മെനു. ഇത് പുഡിങ് ഉണ്ടാക്കിയതാണ്. ഇത് ക്യാരറ്റിൻ്റെ ബർഫി, പഴുത്ത മാങ്ങ. ഇതാണ് ഇന്ന് ഉച്ചക്കത്തെ മെനു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണും വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.